പാർട്ടിക്ക് ഭരണം തിരിച്ചുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനവും മുഴുവൻ സമയ പ്രവർത്തകനുമായ മുൻ മന്ത്രി ചെറിയാൻ തോമസിനെ ഇക്കുറിയും പാർട്ടി ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഞാനതിനെ പിന്താങ്ങുന്നു. ഈ തീരുമാനം പുനഃപരിശോധിക്കണം. അതെ, പാർട്ടിക്ക് വേണ്ടി കുറെ നാളുകളായി പ്രവർത്തിക്കുന്ന വേറെ ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവരെല്ലാം മറന്ന് ഇപ്പോഴും അപ്പന്റെ അമ്മയുടെ പഴയ പ്രതാപവും പറഞ്ഞ് സ്ഥിരം ആൾക്കാരുടെ കുത്തകയെ വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിത്വം, അതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അഴിമതി വിമുക്തമായ ഒരു ഭരണം കാഴ്ചവെച്ച ജനസമ്മതനായ നേതാവെന്ന നിലയിലാണ് ചെറിയാനെ പാർട്ടി വീണ്ടും നിർദ്ദേശിച്ചത്. അല്ലാതെ അപ്പന്റെ അമ്മയുടെ പേര് പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റാനല്ല. പാർട്ടിയുടെ ഈ തീരുമാനത്തോട് ചെറിയാന്റെ അഭിപ്രായം എന്താ? പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരെളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പാർട്ടിയുടെ ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ താൻ എന്താണോ കരുതിയത്? അധികാര കസേരയോടുള്ള ആക്രാന്ത മൂത്ത് ഇവന്റെ അപ്പനെ താൻ നടു റോട്ടിലിട്ട് വെട്ടി നുറുക്കിയത് ഇവൻ മറന്നു കാണുമെന്നോ? ഇല്ല തേക്കിലക്കാടാ, ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെയൊക്കെ താഴെ വേര് ഞാൻ പിഴുതെടുക്കും. ഇല്ലടാ, അതിനു മുന്നേ നിന്നെ അരിഞ്ഞു വീഴ്ത്താൻ ഈ തേക്കിലക്കാരന് അറിയാം. പണ്ട് നിന്റെ അപ്പന്റെ പണ്ടത്തിൽ താഴ്ത്തിയ അതേ കത്തി ഇന്നും ഒട്ടും മൂർച്ചമാകാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെന്നെ കൊണ്ട് വീണ്ടും എടുപ്പിക്കരുത് നീ. ആറടി മണ്ണിലേക്ക് പോകാൻ താമസമില്ലാത്ത നിനക്ക് നന്നാവാൻ ഒരവസരം കൂടി തരിക. അല്ലെങ്കിൽ നിന്റെ നെഞ്ചും കൂടെ കുത്തിക്കീറാനിക്ക് നിമിഷങ്ങൾ മതി. ഇനി ഇവന്റെ നിഴല് വെട്ടത്തങ്ങാനും നിന്നെ കണ്ട കുഴിമാടത്തിലേക്ക് എടുക്കാൻ പോലും ബാക്കിയില്ലാതെ കുത്തിക്കീറ ഞാൻ. തേക്കിലക്കാരനും ഗ്രൂപ്പും ആഞ്ഞു പിടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പാ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരു 10-30,000 വോട്ടിന്റെ ഭൂരിപക്ഷം നമുക്കുണ്ടാവുന്നു. എന്താ ഒന്നും മിണ്ടാത്ത? എന്തോ സൂര്യൻ അടുത്തില്ലാത്തത് കൊണ്ട് ഒന്നിനും ഒരു മൂടില്ല. ബാംഗ്ലൂർക്ക് വേറെ ആരെങ്കിലും പറഞ്ഞയച്ചാ മതിയായിരുന്നു. കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടക്കണമെങ്കിൽ ഓൻ തന്നെ പോണ്ടേ? ശരിയാ അബ്ദുക്ക, അവന്റെ കല്യാണം അത് ഗംഭീരമായിട്ട് തന്നെ നമുക്ക് നടത്തണം. ഒന്നിനും ഒരു കുറവ് വരരുത്. ദൈവമായിട്ട് കൊണ്ടു തന്നതാണ്. നിങ്ങളെ ധൈര്യമായിട്ടിരിക്കുന്നത് നമ്മളില്ല നിങ്ങളെ കൂടെ. ചെറിയാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അവന്റെ വലത്തെ കാല്. ആരുടെ കളി അബ്ദുക്ക അതിന്റെ പുറകില്? പറയേ, അബ്ദുക്കറിയോ? അത്
ചിഹ്നം വിളി കേട്ടു. പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എല്ലാ കണക്കുകളും അപ്പപ്പ തീർക്കുന്നതല്ലേ ബുദ്ധി. വാടാ, എനിക്ക് നിന്നെ വേണം. സൂര്യ, വേണ്ട വേണ്ട. അവന്റെ കാലിന് പകരം ഇത് ഞാനെങ്കിൽ എടുക്കും. വാ വാ സൂര്യ, സൂര്യ, വാ. കേറാൻ. മോളെ, മോളെ, ഈശ്വരാ, എന്താ മോളെ, മോളെ.